നരസിംഹാവതാരം നമുക്കെല്ലാം സുപരിചിതമാണല്ലോ. അവതാര ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ഹിരണ്യകശിപുവിനെ വധിച്ച് രക്തം കുടിച്ചതിനാൽ നരസിംഹം രജോ ഗുണം അധീകരിച്ച് അതിഭയങ്കരനായി മാറി. ഉഗ്രനേത്രങ്ങളും വജ്രം പോലെ കൂർത്ത നഖങ്ങളും ഖഡ്ഗം പോലെ നീണ്ടുകിടക്കുന്ന ജിഹ്വയും ദ്രംഷ്ടങ്ങളുമുള്ള ഘോരരൂപം കോപമടങ്ങാതെ ഗർജനം പുറപ്പെടുവിക്കുകയാണ്. ഈ കോപം കണ്ട് ലോകം തന്നെ അവസാനിച്ചു പോകുമെന്ന് കണ്ട ബ്രഹ്മദേവനും മഹാലക്ഷ്മിയും മറ്റ് ദേവന്മാരും മഹേശ്വരനെ സമീപിച്ചു. കരുണാമയനായ ശിവൻ വീരഭദ്രനെ അയച്ചു. എന്നാൽ നരസിംഹമൂർത്തിയെ കണ്ട വീരഭദ്രൻ വല്ലാതെ ഭയന്നു. സ്വയരക്ഷാർത്ഥം മഹേശ്വരനെ തന്നെ സ്മരിച്ചു. കാര്യങ്ങൾ പന്തിയല്ലെന്ന് കണ്ട മഹാദേവൻ സൂര്യകോടി തേജസ്സോടെ ഒരു ജ്യോതി സ്വരൂപമായി വീരഭദ്ര ശരീരത്തിൽ ലയിച്ചു. തുടർന്ന് മഹേശ്വരൻ പക്ഷിയും മനുഷ്യനും മൃഗവും ചേർന്നുള്ള ഒരു മഹാഭയങ്കര രൂപമായി മാറി. ആ ഭയങ്കര ഭാവത്തിന് 2 മുഖങ്ങളും 4 കൈകളും 8 കാലുകളും 2 ചിറകുകളും മൂർച്ചയേറിയ നഖങ്ങളും നീണ്ട വാലും ഗരുഡൻ്റേത് പോലുള്ള മൂക്കും കാളിയുടെ പോലുള്ള ദ്രംഷ്ടയും സൂര്യചന്ദ്ര അഗ്നി നേത്രങ്ങളും മാൻ മഴു സർപ്പം തീ ഇവയെ ധരിച്ചുകൊണ്ടും ആകെ കൂടി ഒരു വിചിത്ര രൂപമായി ശരഭേശ്വരനായി. ശരഭേശ്വരന്റെ ചിറകുകൾ 2 ഭദ്രകാളിയും ദുർഗയുമാണ്. ഭദ്രകാളി പ്രത്യങ്കരയും ദുർഗ ശൂലിനിയുമായി തീർന്നു. ശരഭ പക്ഷിയായി പറന്നു വന്ന് ശരഭേശ്വരന്റെ നിഴലും ചിറകടിയുടെ കാറ്റും ഏറ്റപ്പോൾ തന്നെ നരസിംഹമൂർത്തിയുടെ ഉഗ്രത കുറഞ്ഞു തുടങ്ങി. ഉപായങ്ങളാൽ നരസിംഹമൂർത്തിയുടെ അഹങ്കാരം തണുക്കുന്നതിന് വേണ്ടി ശരഭേശ്വരൻ ശ്രമിച്ചു. ഒടുവിൽ 2 കൈകളും കുത്തിക്കീറിയ ഉടനെ സ്വയം ഉണർവുവന്ന മഹാവിഷ്ണു എന്ന് ബോധമുണ്ടായി. ഉഗ്ര നരസിംഹൻ ലക്ഷ്മി നരസിംഹനായി, യോഗ നരസിംഹനായി, ശാന്തസ്വരൂപനായി മാറി. മഹാവിഷ്ണു 18 ശ്ലോകങ്ങൾ കൊണ്ട് ശരഭേശ്വരനെ സ്തുതിച്ചു.